ഞാനിന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും പാലട പായസം. ഈ പാലട പായസമൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ അധികം പാലെടുത്തിട്ട് പാലിൽ തിളപ്പിച്ച് ഈ അട കുറേ ഒരു 2-3 മണിക്കൂർ ഇളക്കി ആണല്ലോ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ അതൊരുപാട് സമയം നമുക്ക് എന്താ പറയുക, സമയം പോവുകയും ചെയ്യും. എന്നാലും അത് ഒരു വേറെ ടേസ്റ്റാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു പാലട പായസം ഉണ്ടാക്കണത് എങ്ങനെയെന്ന് ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതും ടേസ്റ്റിന് ഒട്ടും കുറവില്ല. നല്ല ടേസ്റ്റുള്ള പാലട പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് അധികം സമയമൊന്നും വേണ്ട. നമുക്ക് പാലും ശർക്കരയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനീ പായസം ശർക്കരയിൽ പാലിലും തേങ്ങാപ്പാലും ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് പഞ്ചസാരയിലും ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ അധികം പായസം ശർക്കരയിലാണ് ഉണ്ടാക്കാറ്. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി ഉണ്ടാക്കാം. ഞാനൊരു 200 ഗ്രാം മലബാർ പാലടയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് പല പേരിലും ഉണ്ട്. പ്രിയ പാലട, അതുപോലെ നിറവറൻ്റെ ഒക്കെ ഉണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഇതാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചത്. അപ്പം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പാർന്നിട്ടുണ്ട്. ഒരു 200 ഗ്രാം പാലടക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ തണുത്ത് നന്നായിട്ട് ആ വെള്ളം മുഴുവൻ അതാണ് കുടിച്ചിട്ടുണ്ട്, പൊതിർന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടോ ഒരു അലിഞ്ഞ പോലെ ഉണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കർ എടുക്കുമ്പം കറി വെക്കണ കുക്കർ എടുക്കരുത്, കഞ്ഞിയൊക്കെ വെക്കണ കുക്കറാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 200 ഗ്രാമിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. ഒരു ഫിസിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഓഫാക്കുക. അപ്പോൾ അത് വെന്ത് വന്ന് കാണും. അപ്പോൾ ഞാൻ ഇവിടെ അതിലേക്കുള്ള ശർക്കര ഒരുക്കുന്നുണ്ട്. ഇതൊരു 4 അച്ചുണ്ട്. ഇതൊരു 400 ഗ്രാമോളം ഉണ്ടാവും. 200 ഗ്രാം അടയിലേക്ക് ഒരു 400 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലിലൊക്കെ ഒരു കുറുക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് പൊതിർത്തി ഒന്ന് വേവിച്ചെടുത്താൽ നന്നായിട്ട് അട വേഗം ചെയ്യും, നമുക്ക് പണി എളുപ്പമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇത് നമുക്ക് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് ഈ വേവിച്ച അട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാലിലേക്കാണ് ഈ അട വേവിച്ചത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കണം. ഇപ്പോൾ പാലും അടയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിച്ച് വെച്ച ശർക്കര പാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് വെള്ളത്തിലൊന്നും നമുക്ക് ഉരുക്കിയെടുക്കരുത്. അപ്പോൾ പാലും ഇതിൻ്റെ അടവേൻ്റെ വെള്ളമൊക്കെ ഉണ്ടാകുമ്പം ഇതിൽ പായസത്തിന് വെള്ളം ഏറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ശർക്കര പാവൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര പാലും അടയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കുറുക്കിയെടുക്കേണ്ടത്. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് അഴയും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് ഓഫാക്കിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പിരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കി. ഇപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു തേങ്ങ മിക്സിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അടിച്ചെടുത്തതാണ്. അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ചൂട് തന്നെ ഈ തേങ്ങാപ്പാൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അണ്ടി മുന്തിരി നെയ്യിൽ വറുത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായോ ചെറിയ ജീരകമോ ഒന്നും പൊടിച്ചിട്ടിട്ടില്ല. അത് ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പാലട.
അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ സദ്യക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുമ്പം അവർ ഒരുപാട് പാല് പാർന്നിട്ട് കുറുക്കി ഒരു 3-4 മണിക്കൂറോളം പിന്നെ കുറുക്കിയിട്ടാണത് അടവെന്ത് പായസമായി കിട്ടുക. അപ്പം ഈ രീതിയിൽ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ്, കുറുകലും ഒക്കെ ഉണ്ട്. ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അടയും പാലും ഉണ്ടെങ്കിൽ ഞാൻ പാലും തേങ്ങാപ്പാലും കൂട്ടിയാണ് ഉണ്ടാക്കിയത്. വെറും പാലിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ പാലൊന്നും ഇല്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കുക. ഓണക്കൊല്ല വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.